CWSയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ പ്രേമൻ മേസ്ത്രിയെ ഈ മാസം 7-ാം തീയതി രാത്രി 8 മണിക്ക് മുഴപ്പിലങ്ങാടുള്ള കുളം ബസാറിൽ വെച്ചിട്ട് അവിടുത്തെ ഒരു ക്രിമിനൽ കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പിറകിൽ നിന്ന് അദ്ദേഹത്തെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. അത്യാസന്ന നിലയിൽ ഏകദേശം ഒരാഴ്ചക്കാലം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായ അദ്ദേഹം ഇപ്പോഴും സുഖം പ്രാപിച്ചു വരുന്നതേയുള്ളൂ. അപ്പോൾ ഈ 10-20 ദിവസമായിട്ട് ഇന്ന് വരെ പോലീസിന് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പ്രതി അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറയുന്നതല്ലാതെ പ്രതിയെ ഇതുവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ 27/8/2025 ബുധനാഴ്ച കാലത്ത് 10 മണിക്ക് എടക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഈ കട്ടബാബു എന്നറിയപ്പെടുന്ന ക്രിമിനൽ ഇതിനു മുമ്പും എത്രയോ പേരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും മറ്റും ചെയ്തൊരു പ്രതിയാണ്. അപ്പോൾ ആ ക്രിമിനൽ അന്ന് കുത്തിയതിന് ശേഷം നാടുവിട്ടു എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ പോലീസ് പറയുകയാണെങ്കിൽ കൂടി ഇത്രയും ദിവസമായിട്ട് അതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇതിനു മുമ്പും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ മാധ്യമങ്ങളെ കണ്ട് നമ്മൾ എല്ലാവിധ പത്രങ്ങളിലും ചാനലിലടക്കം ഈ വാർത്ത പ്രചരിപ്പിച്ചുവെങ്കിലും പോലീസ് കാര്യമായ ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ബുധനാഴ്ച ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് കഴിഞ്ഞാൽ ഇനിയും ഇത് തുടരുകയാണെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു വമ്പിച്ച പ്രക്ഷോഭ പരിപാടിയും സമരവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് CWSയുടെ തീരുമാനം. ആ തീരുമാനത്തോടൊപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകരും മറ്റുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഞങ്ങളോട് സഹകരിച്ച് ഇങ്ങനത്തെ ക്രിമിനലുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാഴുന്നൊരു അവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ അതിനെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്നാണ് CWSക്ക് പറയാനുള്ളത്. മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ തന്നെ 25 വർഷമായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് മുഴപ്പിലങ്ങാട് കൂട്ടുകാർ മൊത്തം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടും പോലീസ് ഇത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് CWSൻ്റെ ഭാഗത്തുനിന്ന് കോഴിക്കോട് വെച്ച് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അത് ആവാതെ കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത്. മറ്റന്നാൾ